ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. നമസ്കാരം. US-ഇറാൻ സംഘർഷം രണ്ടാം ആഴ്ചയിലേക്ക്. ക്രൂഡ് ഓയിൽ വിലയും സ്വർണവും ഉയരാൻ സാധ്യത. ഗ്ലോബൽ മാർക്കറ്റുകളിൽ അസ്ഥിരത തുടരും. എനർജി, ഡിഫൻസ് സെക്ടറുകൾ ശ്രദ്ധിക്കാമെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. ഇന്ത്യൻ ഓഹരി വിപണി. ഹോലി അവധി കഴിഞ്ഞ് വ്യാപാരം പുനരാരംഭിക്കുന്നു. ഭൗമരാഷ്ട്രീയ ടെൻഷൻ കാരണം ഇടിവ് തുടരാൻ സാധ്യത. എന്നാൽ കോൾ ഇന്ത്യ, ഓയിൽ ഇന്ത്യ പോലുള്ള എനർജി ഓഹരികൾ ഉയരാൻ ഇടയുണ്ട്. നിഫ്റ്റി സെൻസെക്സ് അസ്ഥിരമായി നീങ്ങാം. ഗ്ലോബൽ ഇക്കണോമിക് ഡാറ്റ, US ജോബ്സ് റിപ്പോർട്ട്, ഇൻഫ്ലേഷൻ ഡാറ്റകൾ ശ്രദ്ധയിൽ. ഫെഡ് റേറ്റ് കട്ട്, പ്രതീക്ഷകൾ മാറ്റം വരാം. ഓയിൽ വില ഉയർച്ച ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഗൾഫ് പ്രത്യേക വിമാന സർവീസുകൾ. ഇന്ത്യ 58 പ്രത്യേക ഫ്ലൈറ്റുകൾ നടത്തുന്നു. പ്രവാസികളുടെ തിരിച്ചുവരവ് ബിസിനസ്, റെമിറ്റൻസ്, ട്രാവൽ സെക്ടറുകളെ സ്വാധീനിക്കും. സ്വർണവില പ്രതീക്ഷ. ഗൾഫ് സംഘർഷം, യുദ്ധഭീതി കാരണം സ്വർണം കൂടുതൽ ഉയരാൻ സാധ്യത. കേരളത്തിൽ പവൻ 1.3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തുടരാം. സേഫ് ഹേവൻ ആവശ്യകത വർദ്ധിക്കും. ഈ ആഴ്ച മുഴുവൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളാണ് പ്രധാനം. എനർജി, പ്രിഷ്യസ് മെറ്റൽസ്, ഡിഫൻസ് മേഖലകളിൽ അവസരങ്ങളുണ്ടാകാം. സേഫ് ഇൻവെസ്റ്റ്മെന്റ്സിന് ശ്രദ്ധിക്കുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി ബുക്കർമാൻ ബിസിനസ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്താൽ അപ്ഡേറ്റ് ആകാം. വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.